ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ എവിടെ നിൽക്കുന്നതെന്ന് അറിയാം? ട്രിവാൻഡ്രം ജില്ലയിലെ പൂവാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങളുടെ ഓണം ഫാമിലിയായിട്ട് ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാനുണ്ട്, കുഞ്ഞാറ്റയുണ്ട്. ഞങ്ങളപ്പോൾ ഈ ഓണം ഇവിടെ അടിച്ചു പൊളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ബ്യൂട്ടിഫുൾ സീനറി ഒക്കെ കാണിച്ചു തരാം. ഇവിടുത്തെ പൂവാറാണ്. ഇവിടെ ഗോഗോ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകാനുള്ളൊരു പ്ലാനായിട്ട് നിൽക്കുവാണ്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. കുറേ ബോട്ടുകളും വള്ളങ്ങളും ഒക്കെ. അപ്പോൾ നമ്മൾ ബോട്ടിലോട്ട് കയറി ആ റിസോർട്ടിലോട്ട് പോകാൻ പോവാണ്. അപ്പം അതിൻ്റെ കാഴ്ചകളാണ്. മോളും എല്ലാവരും കയറി. ഞാൻ റിസോർട്ടിൽ പോകുന്ന വഴിയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുരുത്തിൻ്റെ നടുക്കാണ്. അപ്പോൾ ഇവിടം വരെ ബോട്ടിലാക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നടന്നു വേണം പോവാൻ. അങ്ങോട്ടേക്കുള്ള വഴിയാണ്. കുഞ്ഞാറ്റ ഭയങ്കര സന്തോഷത്തില്ല, തുള്ളിച്ചാടി നിൽക്കുക. തുള്ളിച്ചാടി നിൽക്കുക. ഇങ്ങോട്ട് നോക്കണേ. കുഞ്ഞാറ്റെ ഹാപ്പിയാണോ? അടിപൊളിയാണോ? സൂപ്പറാണോ? ആ, ഇത് നടക്കാൻ കുറേ ഉണ്ടെന്ന് തോന്നുന്നില്ലേ. നടന്ന് ഉപ്പാടായി. ഫിഷ്പ ഈ കുനിയൊന്നും വേണ്ട, തട്ടത്തില്ല.
റിസപ്ഷന് വന്നു, റൂമിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ. കോക്കോല റൂം വെയിറ്റിംഗ് ഫോർ ദ റൂം. നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ റൂമെന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ റൂമാണ് കേട്ടോ. ഇതെല്ലാം റൂമുകളാണ്, ഓരോന്നിൻ്റെ ആകൃതി ഉണ്ടോ, എല്ലാം വ്യത്യസ്തമായ റൂമുകളാണ്. റൂമിലേക്ക് ഇതാ നമ്മുടെ റൂം കണ്ടോ, ഇതാണ് റൂം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റൂമുകൾ കണ്ടോ, ക്യാപ്സ്യൂൾ റൂം എന്നാണ് ഇതിൻ്റെ പേര്, ക്യാപ്സ്യൂൾ എന്നാണ്. അങ്ങനെ പല പല ഷേപ്പിൽ ഇത് കണ്ടോ. ഇത് ട്രയാങ്കിൾ റൂം, പിന്നെ അല്ലാതെ നോർമൽ. അപ്പോൾ ഇവിടെ ഈ ആക്ടിവിറ്റിയൊക്കെ ചെയ്യാൻ വരുന്നവർക്ക് സ്റ്റേ ചെയ്ത് നിൽക്കാം, ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക്. അപ്പോൾ ഞങ്ങൾ റൂമിലൊക്കെ പോയി ഡ്രസ്സൊക്കെ മാറ്റി, ഞാനും എൻ്റെ പുണ്ടാറ്റിയും ഡ്രസ്സൊക്കെ മാറ്റി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് പോകുന്നു കണ്ടോ. ഫുഡ് കഴിച്ചിട്ട് ഇനി ആക്ടിവിറ്റിയിലെല്ലാം കയറണം. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് കേറ് ഇങ്ങനെ പേടി മാറത്തോളൂ. കേറി അപ്പുറത്തൂടെ ഇറങ്ങ്. ഫുഡ് കഴിക്കാൻ വന്നു. ഇതാ ഫുഡ്. നമ്മൾ 2 ബിരിയാണിയാണ് പറഞ്ഞത്, പക്ഷേ അത്ര അങ്ങോട്ട് പോരാ, നോർമൽ, ഹൈപ്പൊന്നുമില്ല, നോർമൽ. അപ്പോൾ ഇതാണ് ആ റെസ്റ്റോറൻറ്റ്. ഇതിനകത്ത് തന്നെ ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിനി ആക്ടിവിറ്റി ചെയ്യാൻ പോവുകയാണ്. കുറച്ച് നേരം നടക്കണം, വയറ് നിറഞ്ഞ് ഫുഡ് കഴിക്കാൻ. ഫുഡ് അത്ര വലിയ ഇതില്ല, എന്നാലും കുഴപ്പമില്ല. ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇതാണ് പ്രോപ്പർട്ടി. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് 14 ആക്ടിവിറ്റി എന്തോ ഫ്രീ ഉണ്ട്. നമുക്ക് ഈ പറയുന്ന കണക്ക് നമ്മൾ റൂം ബുക്ക് ചെയ്തോണ്ടേ എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ റേറ്റാണ്. ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. ATV റൈഡ് ഇത് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. വേറെ എന്തൊക്കെയോ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഒരു രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അത്യാവശ്യം അഡ്വഞ്ചറായിട്ടും അല്ല സ്പോർട്ടി രീതിയിലുള്ള കാര്യങ്ങളും, പിന്നെ കൊച്ചു പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ആണ്ടേ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ചെറിയ ട്രെയിനുകൾ, ചെറിയ മറ്റേ വാട്ടർ റൈഡ്, നമ്മൾ ഈ എക്സിബിഷനൊക്കെ പോകുമ്പോൾ കാണുന്നില്ലേ ആ ഒരു വാട്ടർ റൈഡ്. പിന്നെ ഇതിൻ്റെ മേളിൽ മറ്റേ അഡ്വഞ്ചർ ആക്ടിവിറ്റി ഉണ്ടല്ലോ, മേളിൽ കൂടെ നടന്നു പോകുന്നത്, മറ്റേ ബലൂണിൽ കൂടെ ഉരുണ്ട് പോകുന്നത്, അങ്ങനെയൊക്കെ ഉള്ള കുറേ ആക്ടിവിറ്റി. കുഴപ്പമില്ല, ഒരു ദിവസം ഫുൾ എൻജോയ് ചെയ്യാനുള്ള വകയുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഏറ്റവും ലാസ്റ്റ് വാട്ടർ ഇതിനകത്തൊക്കെ കയറാം. അപ്പോൾ അത് ഏറ്റവും ലാസ്റ്റ് കയറുന്നതേ ഉള്ളൂ. ഓക്കെ, കാണാം. ഹായ് ഹായ്.
ബാ ബാ. ആ എല്ലാത്തിലും കയറിക്കോ. കാര്യം കാണിച്ചു തരാം. നോക്കിയോ, എന്നാ കയറി പോയി ചെല്ലേ. കയറി കയറി കയറി. വാ, അടുത്ത് മാറിയിക്ക് മാറിയിക്ക്. ചേട്ടൻ വരുന്നു. ഇനി അതിനകത്ത് കയറി. ആ കയറി കയറിക്കോ. ഇതിനകത്ത് റെയിൻ ഡാൻസ് തുടങ്ങാൻ പോകണം. അപ്പം അങ്ങനെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി റെയിൻ ഡാൻസൊക്കെ കളിച്ച് എൻ്റെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഭൂമി പോയി കുളിച്ചു, ഡ്രസ്സ് മാറി, ചായ കുടിക്കാനായി വന്നു. ചായ കുടിച്ചു. അതെ, എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. വെള്ളത്തിലായിരുന്നു മൊത്തം. അടിച്ചു പൊളിച്ചോ? സൂപ്പറാണോ? ഇനി വെള്ളത്തിൽ ഇറങ്ങണം. മതിയോ? അപ്പം ഞാൻ ചായ കുടിക്കട്ടെ. ചായ വന്നില്ല, ഓർഡർ ചെയ്തതേ ഉള്ളൂ. അങ്ങനെ രാവിലത്തെ എൻജോയ്മെൻ്റ് എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് രാത്രി പോവുകയാണ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചെന്ന് തോന്നുന്നു. ഞങ്ങൾ പറഞ്ഞു ഒരു 9:30 മതി ഫുഡെന്ന് പറഞ്ഞു. ഇപ്പോൾ ഏകദേശം 9:30 ആവാറായി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ കഴിച്ചിട്ട് വരാം. ഓക്കെ, നാളെ രാവിലെ തന്നെ പോകും. നാളെ തിരുവോണമാണ്. രാവിലെ തന്നെ പോവുകയാണ്. എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? എങ്ങനെയുണ്ട്? അടിച്ചു പൊളിച്ചില്ലേ?
എങ്ങനെയുണ്ട്? എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ടോ ഈ റിസോർട്ട്? ആ, ഓക്കെ. ഇതാണ് ഇവിടുത്തെ രാത്രി വൈബ്, രാത്രി കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇതാണ് രാത്രി കാഴ്ചകൾ. ബാ, ഇതാണ് ഇവിടുത്തെ രാത്രി കാഴ്ചകൾ. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ട്. കുഴപ്പമില്ല, വലിയ സംഭവം എന്ന് പറയൊന്നുമില്ല. ഇതാണ് പൂള്, നമ്മൾ രാവിലെ ഇറങ്ങി അടിച്ചു പൊളിച്ച പൂള്. ഇതാണ് പൂള്, ഇതാണ് ഇവിടുത്തെ ലൈറ്റും സംഭവങ്ങളൊക്കെ. വൈബ് എങ്ങനെയുണ്ട് രാത്രിത്തെ? ഇതെല്ലാം ചെറിയ ചെറിയ ഹട്ടാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴിയെല്ലാം അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടേക്കും. രാവിലെ കണ്ട റൂമൊക്കെ ഇപ്പം നല്ല ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കണ്ടോ. ട്രയാങ്കിൾ റൂം, ക്യാപ്സ്യൂൾ റൂം എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു. എല്ലാം സെറ്റ് ചെയ്തിട്ടേക്കോ. അപ്പം ഇന്നത്തോടുകൂടി ഒരു നൈറ്റ് കഴിഞ്ഞു. അപ്പം ഞങ്ങളിവിടെ വന്ന് ഫുഡ് കഴിക്കുകയാണ്. അതുകൊണ്ടേ അടുത്തടി ഫുഡിന്. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞാറ്റ അപ്പോൾ നമ്മളിവിടുത്തെ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കര സങ്കടം. ഇത് തിരിഞ്ഞിരിഞ്ഞ് കിടക്കണേ. ഓക്കെ, ശരി. അപ്പം പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം, തിരുവോണ ദിന ആശംസകൾ. ഉച്ചയ്ക്ക് മുമ്പ് വീട്ടിൽ എത്തണം, ഇല്ലെങ്കിൽ അച്ഛനും അമ്മയും വീട്ടിൽ നിറക്കി വിടും. ഓക്കെ, കാണാം. ബൈ. Please subscribe Work Family Life channel.